ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. വളരെ ദൂരെയായിട്ട് നമുക്ക് നമ്മുടെ പോർട്ടും STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും കാണാൻ സാധിക്കുന്നതോടൊപ്പം പോർട്ടിൻ്റെ പുറത്തേക്ക് പോകുന്ന വലിയൊരു കപ്പലും കാണാൻ സാധിക്കും. ഇതുവരെ വന്ന കപ്പലിൻ്റെ കളറല്ല ഇപ്പോൾ ഈ ഒരു കപ്പലിനുള്ളത്. ഏതാണ് ആ കപ്പൽ എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ കപ്പലിനെ കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതോടൊപ്പം കപ്പലിൻ്റെ ബൾബസ് ബോയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം വലിയൊരു അൺലോഡിങ് കഴിഞ്ഞതിന് ശേഷമാണ്, കണ്ടെയ്നർ റിലീസ് ചെയ്തതിന് ശേഷമാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അതിനാൽ നമുക്ക് കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് 9 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. അതിനാലാണ് ബൾബസ് ബോ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഷിപ്പ് തന്നെയാണ് സരോബയ എന്ന് പറയുന്ന നൈമോഡുള്ള കപ്പൽ. ഈ കളർ വരാൻ കാരണം നേരത്തെ മേഴ്സ്കിൻ്റെ കപ്പലായിരുന്നു. ഇപ്പോൾ നിലവിൽ MSC സരോബയ 8 എന്ന പേരിലാണ് ഇപ്പോൾ കപ്പലിനെ അറിയപ്പെടുന്നത്. തന്നെ വളരെ സാവധാനം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. 2006 ബിൽഡ് ചെയ്ത ഷിപ്പാണ് MSC സരോബയ 8. 22/11/2006 ബിൽഡ് ചെയ്ത ഷിപ്പാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഷിപ്പിനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മളെ ടഗ് ബോട്ടായ ഡോൾഫിൻ 28 ഹെവി റോപ്പ് ടൈ ചെയ്തതിന് 29 ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനം പുള്ളി ചെയ്ത് പോർട്ടിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 332 മീറ്ററാണ് ഷിപ്പിൻ്റെ ലെന്ത്, 43 മീറ്ററാണ് ഷിപ്പിൻ്റെ ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്, 24 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്, 16 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. 25.4 നോട്ടിക്ക് മേൽ സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 8400 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 700 റീഫർ കണ്ടെയ്നറും സാധിക്കും. അങ്ങനെയുള്ള വലിയൊരു ഷിപ്പാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ബൾബസ് ബോ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം ബൾബസ് ബോ കണ്ടിരുന്ന ആദ്യത്തെ ഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSC അന്നയാണ്. വലിയൊരു കണ്ടെയ്നർ ഡിസ്ചാർജ് വിഴിഞ്ഞം പോർട്ടിൽ നടത്തിയതിനു ശേഷം പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിനാൽ ഇത്രത്തോളം ബൾബസ് ബോ നമുക്ക് MSC അന്നയിലും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് MSC സരോബയ 8ലും വളരെ വ്യക്തമായിട്ട് ബൾബസ് ബോ കാണാൻ സാധിക്കും. ബൾബസ് ബോയുടെ ഷേപ്പ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ പഴയ ഷിപ്പായതുകൊണ്ട് തന്നെയാണ് ഷിപ്പിൻ്റെ ആങ്കർ പോർഷനെല്ലാം നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ ഷിപ്പിൻ്റെ ഫോർമാസ്റ്റിൻ്റെ ഡിസൈനും പഴയ ഷിപ്പുകൾക്കുള്ള ഡിസൈനും നമുക്ക് ഇവിടെ നിന്നാൽ കണ്ട് മനസ്സിലാക്കാം. ഷിപ്പിൻ്റെ ഹോണും കുറച്ച് കണക്ടിവിറ്റിയുടെ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഈ പഴയ ഷിപ്പും പുതിയ ഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ഓരോ ഷിപ്പ് നോക്കി തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം എല്ലാ ഷിപ്പുകളും, പഴയ ഷിപ്പായിക്കോട്ടെ ഏറ്റവും പുതിയ ഷിപ്പുകളായിക്കോട്ടെ, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ വന്ന് കണ്ടെയ്നർ ലോഡിങ് അൺലോഡ് ചെയ്ത ശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നത് കൊണ്ട് തന്നെ വിഴിഞ്ഞത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തു നോക്കിയാൽ തന്നെ നമുക്ക് കപ്പലിനെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. ധാരാളം ഷിപ്പുകൾ, അതായത് 80ഓളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്ന കാഴ്ചയാണ് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും ദിവസങ്ങൾ പോകുന്നതോറും അത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് ഷിപ്പിൻ്റെ പൂർണ്ണമായിട്ട് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത ഭാഗം. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പോർഷൻ, അതായത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എത്രത്തോളം വെറൈറ്റി കണ്ടെയ്നറിനകത്ത് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഷിപ്പിൻ്റെ ബ്രിഡ്ജ് പോർഷൻ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും. ഈ പറയുന്ന ലൈഫ് ബോട്ട് ഇരിക്കുന്ന ഭാഗം കാണാൻ സാധിക്കും. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC സരോബയ 8. പോർട്ടിന് പുറത്തേക്ക് പോകുന്ന കാഴ്ച ഇതുവരെ നമ്മൾ കണ്ടെന്ന MSCയുടെ ആ കളറല്ല ഈ ഷിപ്പിനുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്കൈ ബ്ലൂ കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായി നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഷിപ്പിനെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ. അദ്ദേഹമാണ് ഇപ്പോൾ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. അതായത് കപ്പലിൻ്റെ ഫുൾ കൺട്രോളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതുമാത്രമല്ല, നിലവിൽ നമ്മളെ ടഗ് ബോട്ടിലും ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് ഈ ടഗ് ബോട്ടുകളുടെയും ഈ പറയുന്ന പൈലറ്റിൻ്റെ കൺട്രോളിൽ കപ്പൽ പുറത്തു നിന്നും വന്ന് പിന്നെ ഇവിടെ കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് തന്നെയാണ്. അങ്ങനെ വളരെ സാവധാനത്തിൽ കപ്പൽ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ പോകുന്നത് ഇനി പോകുന്നത് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം പോകുന്നത് നിങ്ബോ പോർട്ടിലേക്കാണ്. ചൈനയിലെ നിങ്ബോ പോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോർട്ടിലും
ഈ കപ്പൽ കയറുന്നില്ല. അപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന പല രാജ്യങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ധാരാളം കപ്പലുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ ദിനം പ്രതി വന്നു പോകുന്നത്. അതിനുശേഷം ധാരാളം ഫീഡർ വെസലുകളും വന്ന് വിഴിഞ്ഞം പോർട്ടിൽ വന്ന് കണ്ടെയ്നർ എടുത്ത ശേഷം പല രാജ്യങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലേക്കും പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഫോർമാസ്റ്റാണ്. ഇപ്പോൾ പഴയ ഷിപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഫോർമാസ്റ്റിൻ്റെ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹോണും കുറച്ച് കണക്ഷൻ എക്യുപ്മെൻറ്റ്സ് തന്നെയാണുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറൊരു ടഗ് ബോട്ട്, നിലവിൽ ഹെവി റോപ്പ് ചെയ്യാത്ത വേറൊരു ടഗ് ബോട്ട് വളരെ ഫാസ്റ്റായിട്ട് കപ്പലിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഈ ടഗ് വരുന്നത് നമ്മുടെ കപ്പലിലെ പൈലറ്റിനെ പോർട്ടിലെ പൈലറ്റിനെ നിലവിൽ പോർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത്. അതിനുശേഷം പിന്നെ കപ്പലിൻ്റെ ക്യാപ്റ്റനാണ് ഈ കപ്പലിൻ്റെ കൺട്രോൾ ഉള്ളത്. വളരെ ഫാസ്റ്റായിട്ട് കപ്പലിനൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന ടഗിനെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ, ഇത് ഏതാ ടഗ് നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്താലേ കാണാൻ സാധിക്കൂ. ഡോൾഫിൻ 29 ആണ് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ വരുന്ന കാഴ്ച. ഇപ്പോൾ ഡോൾഫിൻ 29ൻ്റെ സ്റ്റാഫുകളെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ടഗ് വരുന്നത് കാണാൻ സാധിക്കും. ഏകദേശം 14 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിനല്ല ടഗിന് ഈ 360 ഡിഗ്രി തിരിയാനായിട്ട് സാധിക്കാൻ പറ്റുന്ന വളരെ അധികം സവിശേഷതയുള്ളതാണ് ടഗ് ബോട്ടുകൾ. അതിലൊരു ടഗ് ബോട്ടാണ് ഇത്. അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ വന്നതിൽ ഏറ്റവും പുതിയ ടഗാണ് ഡോൾഫിൻ 29. നേരത്തെ ഉണ്ടായിരുന്ന ഓഷ്യൻ പ്രസ്റ്റീജിന് പകരമാണ് ഡോൾഫിൻ 29 വന്നിട്ടുള്ളത്. പിന്നെ ഡോൾഫിൻ 29 ഇപ്പോൾ കപ്പലിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ കപ്പലിൽ നിന്നും യാതൊരുവിധ ഇതുമില്ല. അതായത് സാധാരണഗതിയിൽ ഒരു കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ടഗ് ബോട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കപ്പലിൻ്റെ തൊട്ടടുത്ത് ടഗ് എത്തിയിരിക്കുന്നു. ഇനി ക്യാപ്റ്റൻ ഈ പോർട്ടിലെ പൈലറ്റ് ഇറങ്ങുന്ന പ്ലേസ് നമുക്ക് നോക്കാം. ഇത്രയും വലിയൊരു കപ്പലിൽ ഏത് പോർഷനിലൂടെയാണ് നോക്കാം. ബ്രിഡ്ജ് തൊട്ടപ്പുറത്തെ പോർഷനിലാണ് അതാ ചേർന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റോപ്പിൽ ഒരു ലാഡർ തൊട്ട് താഴേക്ക് കിടക്കുന്നുണ്ട്. അത് ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ലാഡറാണുള്ളത്. അതിനുശേഷം ടഗ് ബോട്ടുകൾ പൂർണ്ണമായിട്ടും കപ്പലിനോട് ചേർത്ത് നിർത്തിയതിന് ശേഷം കപ്പലിലും 2 സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ട് നിലവിൽ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് നമുക്ക് നോക്കാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കപ്പലുള്ളത് കാരണം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലാഡറിനെ നിലവിൽ നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടിലെ 2 സ്റ്റാഫ് പിടിച്ചിരിക്കുന്നത് ഹാങ് ചെയ്യുകയായിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഈ ടഗ് ബോട്ടിൽ ധാരാളം സ്റ്റാഫുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്. പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. മുകളിലോട്ട് കയറി ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ലാഡർ എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഈ പറയുന്ന ഹാങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ലൊരു വെയിറ്റ് ഉണ്ട്. ലാഡർ അവിടെ നിന്ന് കുറച്ചുകൂടി റിലീസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ലാഡർ റിലീസ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. കപ്പലിലും ക്രൂ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കും. അതിനുശേഷം നിലവിൽ 2 ടഗ് ബോട്ടിലെ സ്റ്റാഫുകളാണ് അല്ലെങ്കിൽ ടഗ് ബോട്ടിലെ ക്രൂസാണ് ഈ ലാഡറിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ചെറിയൊരു പോർഷനാണ് കപ്പലിലെ ഈ പറയുന്ന പൈലറ്റിന് കയറാനും ഇറങ്ങാനും വേണ്ടിയുള്ള കപ്പലിൻ്റെ വളരെ ചെറിയൊരു പോർഷനാണ്. നമുക്ക് വളരെ സൂം ചെയ്താലാണ് ആ ഒരു പോർഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ദൂരെ നോക്കിയാലും ആ ഒരു ചെറിയ വാതിൽ എന്ന് തന്നെ പറയാം, കാണാൻ സാധിക്കില്ല. നമുക്കിനി ക്യാപ്റ്റൻ വരുന്നത് വരെ അല്ലെങ്കിൽ പൈലറ്റ് വരുന്നവരെ നമുക്ക് ഇതിൻ്റെ ബ്രിഡ്ജ് പോർഷൻ നോക്കാം. ദ എമർജി സരബയ 7 എന്ന് പറയുന്ന ബ്രിഡ്ജ് പോർഷൻ 9 നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബ്രിഡ്ജ് പോർഷനാണിത്. എല്ലാ കപ്പലിലും അങ്ങനെ തന്നെയാണ്. വളരെ പഴക്കം ചെന്ന കപ്പലായത് കാരണം ആ ഒരു പഴമ എടുത്തു പറയുന്നു. കാരണം ധാരാളം ചെളിയും അഴുക്കൊക്കെ അതിലുണ്ട്. കാരണം ഇത്രയും വർഷം പഴക്കമായിട്ടുള്ള കപ്പൽ തന്നെയാണ്. എന്നും ട്രാവലിംഗ് ആണ്, കടലിലൂടെയുള്ള നിരന്തരമായ ട്രാവലിംഗ് തന്നെയാണ്. ഇപ്പോൾ നമുക്കത് പോർട്ടിലെ പൈലറ്റ് മിസ്റ്റർ തുഷാർ, അദ്ദേഹം കപ്പലിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഈ ലാഡറിലൂടെ ഇറങ്ങി വരുന്നു. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ചിലപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ടഗിലേക്ക് എത്തി അദ്ദേഹം ഇനി നമ്മൾ ഈ കാണുന്ന ലാഡർ വഴി ഇതുവഴി തന്നെയായിരിക്കും പോകുന്നത്. ഈ ഡോൾഫിൻ 29 എന്ന് എഴുതിയിട്ട് 29 എന്നുള്ള ബാഡ്ജിങ് ഉണ്ടല്ലോ, ഈ 29ൻ്റെ അടുത്തുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഡോർ തുറന്ന് ടഗിനകത്തേക്ക് കയറുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ഇത് നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ അദ്ദേഹം അകത്ത് പോയി കഴിഞ്ഞാൽ
ടഗ് വളരെ ഫാസ്റ്റായിട്ട് തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കപ്പലിനെ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിൽ എത്തിച്ചതിന് ശേഷം കപ്പൽ തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ്. കപ്പലും അതുമാത്രമല്ല ടഗും തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അതൊരു വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെയൊക്കെ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ടി വിയിലുമൊക്കെ പോർട്ടിൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ മുന്നിലൂടെ വിഴിഞ്ഞം പോർട്ട് വന്ന സമയത്ത് ഇതൊക്കെ വളരെ സാധ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ വലിയ മദർഷിപ്പുകളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫീഡർ ബസ്സിലൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലൈഫ് ബോട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ പഴയ ഷിപ്പാണെങ്കിൽ ലൈഫ് ബോട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ലൈഫ് ബോട്ട് മാത്രമല്ല, നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ്റെ സൈഡിലേക്കുള്ള ഈ പറയുന്ന ലാഡറൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കണക്ടിവിറ്റിയും കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഷിപ്പിൻ്റെ ഫണൽ പോർഷനും നമുക്ക് കാണാൻ സാധിക്കും. ഈ ബ്രിഡ്ജ് പോർഷനിൽ തന്നെയാണ് നിലവിൽ ഫണലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ഷിപ്പുകൾക്കെല്ലാം ഇങ്ങനെ ബ്രിഡ്ജും ഫണലും കൂടി ചേർന്നിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഷിപ്പിന് 332 മീറ്ററാണ് നീളമുള്ളത്. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റി 8400 TEU ആണ്. പക്ഷേ ഇപ്പോൾ നിർമ്മിക്കുന്ന 300 മീറ്ററുള്ള ഷിപ്പിനും നിലവിൽ 10,000 TEUക്ക് മുകളിൽ കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ വളരെ നൂതന ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് സ്പേസ് കണ്ടുപിടിച്ചാണ് ഓരോ ഷിപ്പും ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ആ ബൾബസ്ബോ തന്നെ നമുക്ക് കാണാൻ വളരെ ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പോർട്ടിൻ്റെ പുറത്തേക്ക് കപ്പൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. ഈ ബൾബസ്ബോ ഈ ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ പറയുന്ന ജലത്തിൻ്റെ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. നല്ലൊരു തിരമാല വന്നാലും ഇത് തിരമാല കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ഉള്ളത്. ഈ വേറെ ഏത് ഷേപ്പായാലും നിലവിൽ വലിയൊരു ഫ്രിക്ഷൻ തന്നെയായിരിക്കും. അത് വരാത്ത രീതിയിലാണ് എല്ലാ കപ്പലുകൾക്കും ഇതേ ഡിസൈൻ തന്നെയാണ് ബൾബസ്ബോ നിർമ്മിച്ചിട്ടുള്ള. ആ ബൾബസ്ബോ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല കപ്പലിൻ്റെ ഡ്രാഫ്റ്റും നമുക്ക് ഈ സൈഡിലായിട്ട് നോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മളൊന്ന് സൂമാക്കി നോക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് നിലവിൽ ബൾബസ്ബോയിലൂടെ കപ്പൽ മുന്നോട്ട് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം 20 ഫീറ്റും 40 ഫീറ്റും കണ്ടെയ്നർ നിരയായിട്ട് കപ്പലിലുണ്ട്. നിലവിൽ കപ്പലിൻ്റെ എനിക്ക് ഇത്രത്തോളം കണ്ടെയ്നർ ഉള്ളതെന്ന് എനിക്ക് പല കണ്ടെയ്നറും MD കണ്ടെയ്നർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 9 മീറ്റർ ഷിപ്പിന് ഡ്രാഫ്റ്റ് ഉള്ളൂ. പക്ഷേ ധാരാളം കണ്ടെയ്നറാണ് ഈ പറയുന്ന കണ്ടെയ്നർ റാക്കിലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഡെക്ക് പോർഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടെയ്നർ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. പക്ഷേ അതൊന്നും നിലവിൽ ഇതുവരെയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. MSC MAയിൽ നിന്നും ധാരാളം വെറൈറ്റി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എക്സ്കവേറ്റർ ആയിക്കോട്ടെ, ഓയിൽ ടാങ്കർ ആയിക്കോട്ടെ, അങ്ങനെ കണ്ടെയ്നർ, അതായത് കണ്ടെയ്നറിൻ്റെ മാതൃകയിൽ തന്നെ പല ഷേപ്പ് കണ്ടെയ്നേഴ്സും വരാറുണ്ട്. 40 ഫീറ്റിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ 45 ഫീറ്റിൻ്റെ കണ്ടെയ്നറിൻ്റെ മാതൃകയിൽ LPG ടാങ്ക് ഉൾപ്പെടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് കാണാനില്ല, ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാമായിരിക്കാം. പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും ബാക്ക് പോർഷനിലാണ് നമ്മളിപ്പോൾ കപ്പലിനെ കാണാൻ സാധിക്കുന്നത്. അവിടെ MSC സൊറോബയ 8 എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് കപ്പൽ ഇപ്പോൾ പോകുന്നത് കാണാൻ സാധിക്കും. പ്രൊപ്പറലിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന MSC സൊറോബയ 8 എന്ന് പറയുന്ന കപ്പലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ചൈനയിലെ നിങ്ബോ പോർട്ടിലേക്കാണ് കപ്പൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് 4 മാസം കൊണ്ട് തന്നെ വെറും 800 മീറ്റർ ബെർത്ത് പോർഷനുള്ള നമ്മുടെ പോർട്ടിന് ഏകദേശം 1.5 lakh TEU കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു പോർട്ടിലും ഈ ഒരു സമയം കൊണ്ട് ഇത്രയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, അതുമാത്രമല്ല നാച്ചുറലായിട്ട് 18 മുതൽ 22 മീറ്റർ വരെയാണ് ആഴമുള്ളതും. അതും പലരും പല സൈറ്റിലല്ല പല യൂട്യൂബറും, ഞാൻ 2 ദിവസം മുന്നേ വേറൊരു വീഡിയോ കണ്ടു. അപ്പോൾ അവരൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. 14 മീറ്റർ എന്തോ ആഴമുണ്ടെന്ന് തോന്നുന്നു. അത് പറയുന്നത് ചെറുപ്പക്കാരൊന്നുമല്ല, കറക്റ്റ് മെച്യൂരിറ്റി ഉള്ളവരാണ് അത് പറയുന്നത്. 14 മീറ്റർ ആഴമുണ്ടെന്നൊക്കെ തോന്നുന്നു, ഇനിയും ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അവർ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ, ഇത്രത്തോളം കപ്പലുകൾ വന്ന് ന്യൂസ് മാധ്യമങ്ങളിൽ ഇടം പിടിച്ച നമ്മുടെ പോർട്ടിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് ലാഘവത്തോടെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അതിശയം തന്നെയാണ്.
കാരണം ഇമാതിരി ഒരു പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെ കേരളത്തിൽ ഇത്രയും ഒരു നല്ലൊരു പോർട്ട് വന്നിട്ട്, അതായത് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ പോർട്ടിനെ കുറിച്ച് ആരും ഹൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ പിന്നെ പോർട്ട് നല്ലതാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും പോർട്ടിനെ കളിയാക്കുന്നത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു ഇത് കിട്ടിയേനെ. എന്തുദ്ദേശിച്ചാണ് കളിയാക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പറ്റുന്നിടത്തൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ആയിട്ട് കൊടുക്കാറുണ്ടോ, ഇതിങ്ങനെയല്ല. പക്ഷേ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉറക്കം അഭിനയിക്കുന്നവരെ ഒരു കാരണവശാൽ വിളിച്ചുണർത്താനായി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോരോ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉയരങ്ങളിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ്വേക്ക് ഊർജം പകരുന്ന പോർട്ട് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അതിനൊരു മാറ്റമില്ല. പക്ഷേ ഈ വിഴിഞ്ഞം എന്ന് പേര് മാറ്റി ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം ഒരു സിറ്റിയുടെ പേരിലൊരു പോർട്ട് അറിയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതൊരു ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് പോർട്ട് എപ്പോഴും പറയുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ പോർട്ടിലും നമ്മൾ ലോകത്തിൽ ഏത് പോർട്ട് എടുത്ത് നോക്കിയാലും ആ സിറ്റിയുടെ പേരിലായിരിക്കും ആ പോർട്ട് അറിയുന്നത്. അതുകൊണ്ട് സിറ്റിയും ഡെവലപ്പാവും, സിറ്റി ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ പലർക്കും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് വിഴിഞ്ഞം എന്നുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇതെൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടേതായിട്ട് പേഴ്സണലായിട്ട് അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും അത് കമൻ്റ് തന്നെ രേഖപ്പെടുത്തണം. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.